ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്ന 2 തരം ഈവനിങ് സ്നാക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. നല്ല ഹെവി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ്. ഒരു കുക്കിംഗ് കോമ്പറ്റീഷനിൽ വിന്നായ റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിന്. അപ്പോൾ കുറച്ച് ടിപ്സും കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനുള്ള ടിപ്സൊക്കെ ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിലാദ്യം കാണിക്കുന്നത് ബാവോ ബണ്ണ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള മാവ് റെഡിയാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ചെറിയൊരു ചൂടുള്ള പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1-2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പ്. ഇനി മെയിനായിട്ട് വേണ്ടത് ഈസ്റ്റാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂണ് ഡ്രൈ ഈസ്റ്റാണ്. അപ്പോൾ ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ മാവ് പൊങ്ങി കിട്ടില്ല കേട്ടോ, ഒരുപാട് പഴക്കമുള്ള ഈസ്റ്റ് എടുക്കുമ്പോൾ. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ്. ഒരു മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ മുട്ട കഴിക്കാത്തവരാണെങ്കിൽ ഒഴിവാക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കൂടുതൽ പാൽ ചേർത്ത് കൊടുത്താൽ മതി. പാലല്ലെങ്കിൽ വെള്ളം. പിന്നെ നിങ്ങൾക്ക് മൊത്തത്തിൽ വെള്ളം ചേർത്തിട്ട് ചെയ്യുന്നെങ്കിൽ 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ, എന്നാലേ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് ഇപ്പോൾ 2 കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫുഡ് പ്രോസസ്സറിലാണ് കുഴച്ചെടുക്കുന്നത്. നിങ്ങളൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു പാൽക്കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1-2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം ഈസ്റ്റാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ കൺസിസ്റ്റൻസി അപ്പോൾ ഞാൻ പറയുന്ന അളവിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാവ് കണ്ടില്ലേ, നമ്മൾ ചപ്പാത്തി മാവിൻ്റെ അതിനേക്കാളൊക്കെ ഒരു ഇച്ചിരി ലൂസായിട്ടാണ് ഇതിൻ്റെ മാവ് ഉണ്ടാവാറ്, ഒരു ഒട്ടിപ്പിടിക്കുന്ന പരുവം. ഇനി നമ്മൾ കയ്യിലോട്ട് ഒന്ന് ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഓയിൽ കയ്യിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി. ഒരു ഇച്ചിരി മതി, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂണും വേണ്ട കേട്ടോ. ഓയിലൊന്ന് ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഓയിലൊക്കെ എടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. എന്നിട്ടിത് നമ്മളിനി മൂടി വെച്ചിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. 1-2 മണിക്കൂറൊക്കെ ഇത് മാറ്റി വെക്കണം. കുറച്ച് ചൂടുള്ള സ്ഥലത്ത് വെക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്, അല്ലെങ്കിൽ ഓവന് ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്ത് വെച്ചാലും മതി. അപ്പോൾ നമുക്കിനി ഇത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഒരു ഫില്ലിങ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 250 ഗ്രാമോളം ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഇതിലോട്ട് 1 ടീസ്പൂൺ വിനീഗർ, 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കഴുകി വെള്ളമൊക്കെ വാർന്നിട്ടുള്ള ചിക്കനാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാനും മറക്കരുത് കേട്ടോ. നല്ലോണം ചെറുതാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിതൊരു അരമണിക്കൂറോളം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂറോളം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ, മസാലയൊക്കെ ഇതിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് എണ്ണ വേണ്ട കേട്ടോ. ഇതിലോട്ട് കുറച്ച് എണ്ണ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഈ ഒരു ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് പിന്നെ ഇതിലോട്ട് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് കിട്ടിയാൽ മതി. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 10-15 സെക്കൻഡൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഇതിലോട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന സവാളയാണ്. അപ്പോൾ ഇതിലോട്ട് ഒരു സവാളയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു തണ്ട് കറിവേപ്പില ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കം ചെറിയ ക്യാപ്സിക്കം ആണെങ്കിൽ ഫുള്ളായിട്ട് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്.
ഇനി നമ്മൾ ഇതിലോട്ട് കുറേ വഴറ്റി കൊടുക്കാനൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ചെറിയ രീതിയിലൊന്ന് വാടിയാൽ മാത്രം മതി. അല്ലാതെ ഇങ്ങനെ നല്ലോണം വെന്ത് അങ്ങനെയൊന്നും ആവണ്ട കേട്ടോ. ചെറിയ രീതിയിലൊന്ന് വാടി കിട്ടിയാൽ മതി. കുറച്ച് നേരം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് നേരം വഴറ്റിയെടുക്കണ്ട. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഇച്ചിരി മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അവസാനം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊരു കടിക്കാൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ക്യാപ്സിക്കം ഒക്കെ വേണ്ടത്. നമ്മളല്ലാത്ത ഇതിങ്ങനെ വേവിച്ചെടുക്കുകയല്ല കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ എല്ലാം കൂടെ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് ഇതിലേക്കുള്ള ഫില്ലിങ്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ ഒരു മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി കിട്ടണം, എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ ഇങ്ങനെ ഡബിൾ സൈസായിട്ട് കിട്ടണം. 1 മണിക്കൂറൊക്കെ കൊണ്ട് എനിക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വീണ്ടും ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. കയ്യിൽ വേണമെങ്കിൽ ഒരു ഇച്ചിരി എണ്ണ തടവി കൊടുക്കാം. എന്നിട്ട് ഇതിനി ബോൾസ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈസ്റ്റിൻ്റെ വീര്യം അനുസരിച്ച് സമയത്തിൽ മാറ്റം വരും. മാക്സിമം 2 മണിക്കൂർ, അതിനേക്കാൾ കൂടുതൽ വെച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഈസ്റ്റിൻ്റെ പഴക്കം ചെന്ന ഈസ്റ്റാണെങ്കിൽ എത്ര വെച്ചിട്ടും പൊങ്ങി വരില്ല. ഇനി ഇതുപോലെ നമ്മൾ കുറച്ച് വലിയ ബോൾസാക്കി എടുത്തിട്ട് ഒരിച്ചിരി മൈദ തൂക്കി കൊടുത്തിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ കുറച്ച് അതിനേക്കാളും കുറച്ച് നല്ല വലിയ സൈസിൽ പരത്തിയെടുക്കുക. പറ്റുമെങ്കിൽ എത്രത്തോളം വലുതാക്കാൻ പറ്റുന്നുണ്ടോ അത്രയും കുറച്ച് വലിയ ബോൾസാക്കി എടുത്തിട്ട് തിന്നായിട്ട് പരത്തലല്ല കേട്ടോ, കുറച്ച് കട്ടിക്ക് തന്നെയാണ് പരത്തുന്നത്. കുറച്ച് വലിയ ബോൾസാക്കി എടുത്താൽ കുറച്ച് വലിയ രീതിയിൽ പരത്തി എടുത്തിട്ട് നമുക്ക് പിന്നീട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. മൈദ തൂക്കി കൊടുക്കുമ്പോൾ ഒരുപാട് തൂക്കി കൊടുക്കണ്ട. നമുക്കിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി മാത്രം തൂക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കുറച്ചും കൂടെ തിക്കായിട്ട് ഡോണറ്റൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു ഇതിലാണ്, തിക്നെസ്സിലാണ് നമ്മൾ പരത്തി എടുക്കേണ്ടത്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സോടെ പരത്തി എടുത്താൽ മതി. ഒരുപാട് അങ്ങനെ തിന്നാക്കണ്ട. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. എന്തെങ്കിലും ഗ്ലാസ്സോ ബൗളോ എന്തെങ്കിലും വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സൈസിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലുതായിട്ടുള്ളത് എടുക്കാം കേട്ടോ, വലിയ എന്തെങ്കിലും ബൗളൊക്കെ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മൊത്തത്തിലെല്ലാം കൂടെ പരത്തി ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി കട്ട് ചെയ്തിട്ടുള്ള ഈ ബാക്കി മാവ് നമ്മൾ കളയണ്ട കേട്ടോ. നമുക്കത് വീണ്ടും ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. കുഴച്ച് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. 2-3 തവണ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ ബാക്കിയുള്ള മാവൊക്കെ ഇങ്ങനെ ഒന്നിച്ചാക്കിയിട്ട് വീണ്ടും പരത്തി കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഷീറ്റ് നമ്മളൊരു പ്ലേറ്റിൽ ഒന്ന് നിരത്തി കൊടുക്കാം കേട്ടോ. മൊത്തത്തിൽ ഇതുപോലെ ഇങ്ങനെ നിരത്തി കൊടുത്തിട്ട് നമ്മളൊരു 10 മിനിറ്റോളം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാം കേട്ടോ. ഡിന്നർ റോള്, ബ്രെഡ്, അതുപോലെ പിസ്സാൻ്റെ ബേസിന് വേണ്ടിയിട്ടും കുബൂസ് എല്ലാം ഇതിലുണ്ടാക്കാം. ഡോണറ്റ് ഒക്കെ ഈ മാവിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് മാത്രം ചെയ്യുന്നത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നതല്ല. ഈ ഒരു പാവ് ബണ്ണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ബ്രെഡിൻ്റെ ടെക്സ്ചർ, ഡിന്നർ റോളിൻ്റെ ടെക്സ്ചറൊക്കെ കിട്ടും. അപ്പോൾ ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റോളം ഇതൊന്ന് മൂടി വെക്കണം. ഇങ്ങനെ തന്നെ വെക്കരുത്. ഇതുപോലെ നിരത്തി വെച്ചിട്ട് ഒന്ന് എന്തെങ്കിലും ഒരു ക്ലോത്തോ എന്തെങ്കിലും കൊണ്ട് ഒന്ന് കവർ ചെയ്തിട്ട് മൂടി വെച്ചാൽ മതി. ഇതിപ്പോൾ 10 മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഒന്നും കൂടെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ, ഒലിവ് ഓയിലാണെങ്കിൽ ഏറ്റവും നല്ലത്, കുക്കിംഗ് ഓയിൽ. അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇതുപോലെ എല്ലായിടത്തേക്കും ഒന്നാക്കി കൊടുത്താൽ മതി. മൊത്തത്തിൽ നമ്മളിത് ഇനി മടക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിന്നീട് അത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ഓയിൽ തേച്ച് കൊടുക്കുന്നത്. ഇനി നമ്മളിതെല്ലാം നേരെ പകുതി ഒന്ന് ഇതിങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് എല്ലാം നേരെ പകുതിയായിട്ട് ഒന്ന് മടക്കിയെടുത്താൽ മതി. ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇതിപ്പോൾ എല്ലാം കൂടെ ഇതുപോലെ ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തുന്നുണ്ട്. പരത്തിയെടുക്കാന്നല്ല, ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഒരു റോളിംഗ് പിൻ യൂസ് ചെയ്തിട്ട് എല്ലാം ഇതുപോലെ സാവധാനം വേണം. ഇതുപോലെ നല്ലോണം അമർത്തിയിട്ട് അങ്ങനെയല്ല കേട്ടോ. സാവധാനം നമ്മൾ നല്ലോണം പ്രസ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് ഇതാക്കാൻ പറ്റില്ല. നമ്മൾ വേവിച്ചെടുത്ത ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് സാവധാനം ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്നാക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് ഈ ഒരു സ്റ്റീമറിൻ്റെ തട്ടിലോട്ട് ഓയിലൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഒരു ഇച്ചിരി ഓയിലാക്കി കൊടുത്തിട്ട് ഇനി നമുക്കിതിലോട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ടല്ല, ഒന്ന് നിരത്തി വെക്കാം കേട്ടോ. ഒറ്റ പ്രാവശ്യം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 2 ബാച്ചായിട്ടൊക്കെ ഇത് വേവിച്ചെടുത്താൽ മതി, സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ട് ഒരു 15-20 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ ഇതുപോലെ 2 സ്റ്റീമറിലാണ് വേവിച്ചെടുക്കുന്നത്. ഈ ഒരളവിൽ നമുക്ക് ഏകദേശം ഒരു 15 എണ്ണൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, ഈ ഒരു ബാവു ബണ്ണ്. പിന്നെ നമ്മളെടുക്കുന്ന സൈസിൽ മാറ്റം വരും. ഇനി ഇത് വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കൊരു മയോനൈസ് ഉണ്ടാക്കിയെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് വേവിച്ച മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. 2 മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെളുത്തുള്ളി അല്ലി ഒരു 3 അല്ലി അല്ലെങ്കിൽ ഒരു 4 അല്ലി വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ, കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ വിനീഗർ, പാകത്തിനുള്ള ഉപ്പ്, അതുപോലെ 1 ടീസ്പൂൺ പഞ്ചസാര, 2-3 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് വെള്ളം 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല തിക്കായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം പോരാന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അരക്കാൻ പാകത്തിന്. ഇതുപോലെ നല്ല തിക്കായിട്ടാണ് വേണ്ടത്. ലൂസായിട്ടുള്ള മയോനൈസ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒലിച്ചു പോവും. ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് എണ്ണയൊന്നും ചേർക്കാതെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള മയോനൈസ് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോഴാണ് നമ്മളിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ചെറിയൊരു ചൂടുണ്ട്, എന്നാലും നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമ്മൾ ചെയ്യുന്നത്, നമുക്കിതിങ്ങനെ നമ്മൾ നേരത്തെ മടക്കിയെടുത്ത ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ മെല്ലെ, ഫുള്ളായിട്ട് അല്ല, മെല്ലെ ഇങ്ങനെ ഒന്ന് വിടർത്തിയെടുത്താൽ മതി. ഇനി ഇതിലോട്ട് ആദ്യം നമുക്ക് ഇതുപോലെ മയോനൈസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കുറച്ചൊന്ന് മയോനൈസ് എല്ലാ ഭാഗത്തും ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചിക്കൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ്റെ മസാല ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കൂടുതൽ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാബേജ് വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ്, ഒരു ഇഫ്താറിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതും ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിത് പ്രസൻറ്റേഷൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരു മത്സരത്തിൽ സെക്കൻഡ് കിട്ടിയ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിന് ഈ ഒരു രീതിയിലൊക്കെ പ്രസൻറ്റേഷൻ ചെയ്തപ്പോൾ. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ചിക്കൻ മോമോസാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് വേണ്ടത് 1/2 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ്, അതുപോലെ 1-2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുക. സാധാ നിങ്ങൾ എങ്ങനെയാണോ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ കുഴച്ചെടുത്താൽ മതി. പക്ഷേ മോമോസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അതുപോലെ ഭയങ്കര ഹാർഡായിട്ട് കുഴച്ചെടുക്കരുത്. സാവധാനം നമ്മൾ നല്ല സോഫ്റ്റ് ആക്കിയിട്ട്, നമുക്ക് എത്രത്തോളം സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്നോ അത്രയും സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇതൊരു 1/2 മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കവർ ചെയ്തിട്ട് വെക്കുക. ഇനി ഇതിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 1 കപ്പോളം മിൻസ് ചെയ്ത ചിക്കനാണ് വേണ്ടത്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കന് കഴുകി വെള്ളമൊക്കെ വാർന്ന ശേഷം ഒരു ചോപ്പറിലിട്ടിട്ട് ഒന്ന് മിൻസ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂട്ടത്തിൽ ഒരു പച്ചമുളക് ക്രഷ് ചെയ്തതും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് 1/2 കപ്പോളം സ്പ്രിംഗ് ഓനിയൻ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, അതുപോലെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂണ് ചൂടുള്ള ഓയിലാണ് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ്, ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി 2 ടേബിൾ സ്പൂണ്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ല പാകത്തിന് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് വഴറ്റിയെടുക്കാൻ അങ്ങനെയൊന്നുമില്ല, ഇതുപോലെ തന്നെയാണ് നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫില്ലിങ്. ഇനി നമുക്ക് മോമോസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ഈ ഒരു മാവ് നമ്മളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ മൂടി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഒന്നും കൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഇതിൻ്റെ മാവ് നല്ല സോഫ്റ്റാക്കി എടുക്കണം, എന്നാലും നമുക്ക് മോമോസ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഒരു ഇച്ചിരി നമ്മൾ മാവ് തൂക്കി കൊടുത്തിട്ട് ഇത് വേണമെങ്കിൽ ഒന്ന് നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്നും കൂടെ ഇതുപോലെ കുഴച്ചിട്ട് നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. പൂരിയുടെ സൈസിനേക്കാളും കുറച്ച് ചെറുതായിട്ടാണ് കേട്ടോ വേണ്ടത് നമ്മളിത് പരത്തിയെടുക്കുന്നത്.
അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് വേണമെങ്കിൽ എല്ലാം ഒരേ സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കെല്ലാം ഒരേ കനത്തിലൊന്ന് നീളത്തിലൊന്ന് റോൾ ചെയ്തിട്ട് കനത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരേ കനത്തിൽ, അപ്പോൾ ഒരേ സൈസിൽ കിട്ടും. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നൊന്നുമില്ല, ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇതുപോലെ ഓരോന്നും പരത്തിയെടുത്താൽ മതി. ഇനി നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ നടുക്ക് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇനി നമ്മൾ ഇതൊന്ന് ഇതുപോലെ ഇങ്ങനെ ഞൊറിയിടലാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഈ ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതെ ഇതിൻ്റെ ഈ അറ്റത്ത് മാത്രം ഇങ്ങനെ വലിച്ച് ഇതുപോലെ ഇങ്ങനെ ഞൊറിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റ് ആ ഒരു മോമോസിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും. സാധാ ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവാറ്. ഇങ്ങനെ നടുക്കിങ്ങനെ ഒരു ഇതുപോലെ ആയിട്ട് കാണാനൊരു ഭംഗിയാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. ഇതുപോലെ ഓരോന്നും ചെയ്തെടുത്താൽ മതി. ഒരെണ്ണം കൂടി കാണിച്ചു തരാം ഞൊറിയിടുന്നത്. അപ്പോൾ ഇത് മോമോസിൻ്റെ ഷേപ്പാക്കി എടുക്കാൻ അറിയാത്തവരൊക്കെ പലരും ചോദിക്കാറുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, ഒരേ സൈഡിലോട്ട് ഇങ്ങനെ ആക്കി പോയാൽ മതി. അല്ലാതെ നമ്മൾ ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കേണ്ട. ഒരേ സൈഡിലോട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ഇട്ട് പോവലാണ് കേട്ടോ ചെയ്യുന്നത്. ഏറ്റവും അവസാനം ഇതുപോലെ ഇങ്ങനെ കാണാറുണ്ട്. ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് സ്റ്റീമറിൻ്റെ പ്ലേറ്റിലോട്ട് എണ്ണ തേച്ച് കൊടുക്കണം. ഒരിച്ചിരി എണ്ണ തടവി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് നേരം വേവിച്ചെടുക്കരുത്. ഒരു 15 മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി. എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. കൂടുതൽ സമയം വേവിക്കുമ്പോൾ ഇത് ഹാർഡായി പോകും. അപ്പോൾ ഇത് 15 മിനിറ്റ് ടൈം നോക്കിയിട്ട് തന്നെ 15 മിനിറ്റ് മാത്രം വേവിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരളവിൽ നമുക്കൊരു 15-16 മോമോസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് വേവിച്ചെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്റ്റീമറിൽ തന്നെ വെക്കരുത്. പെട്ടെന്ന് തന്നെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മോമോസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇനി നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. Thank you.